പാലക്കാട് തത്തമംഗലത്ത് പുൽക്കൂട് തകർത്ത സംഭവത്തിൽ ബി.ജെ.പിയും സമരത്തിനൊരുങ്ങുകയാണ്. പ്രതികളെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് വൈകിട്ട് ബി.ജെ.പിയുടെ നേതൃത്വത്തിൽ തത്തമംഗലത്ത് പ്രതിഷേധ മാർച്ച് നടത്തും. പാലക്കാട് നിന്നും പ്രസാദ് ഉടുമ്പിശ്ശേരിയാണ് ചേരുന്നത്. പ്രസാദ്, ഈ ഒരു ആക്രമണത്തിന് പിന്നിൽ ഹിന്ദുത്വ സംഘടനകളാണ് എന്നുള്ള വാദം പല കോണുകളിൽ നിന്നും ഉയരുമ്പോഴാണ് ബി.ജെ.പി ഇത്തരത്തിലൊരു സമരത്തിനൊരുങ്ങുന്നത്. ബി.ജെ.പിയുടെ സമരം ഏത് രീതിയിലാണ്? ബി.ജെ.പി ഈ സംഭവത്തിൽ തത്തമംഗലത്ത് പുൽക്കൂട് തകർത്തതിൽ ബി.ജെ.പി ും അതോടൊപ്പം തന്നെ അതിലെ പ്രതികളെ പിടികൂടണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണെന്ന് വൈകിട്ട് പ്രതിഷേധ മാർച്ചുള്ളത്. മന്ത്രി കെ കൃഷ്ണൻകുട്ടി സ്ഥലം സന്ദർശിച്ചുകൊണ്ട് ഇതിന് പിന്നിൽ സംഘപരിവാറാണ് എന്നുള്ള ആരോപണം ഉന്നയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ മന്ത്രി തെറ്റായ ആരോപണമാണ് ഉന്നയിച്ചിട്ടുള്ളതെന്ന് കൂടി ഇവർ പറയുന്നുണ്ട്. ഈ കേസിൽ യഥാർത്ഥ പ്രതികളെ പിടികൂടുമ്പോൾ അത് വ്യക്തമാകുമെന്നും ബി.ജെ.പിയുടെ പ്രാദേശിക നേതാക്കൾ പറയുന്നുണ്ട്. ബി.ജെ.പി ചിറ്റൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വൈകിട്ട് തത്തമംഗലത്ത് പ്രതിഷേധ മാർച്ച് നടത്തുന്നത്. പ്രസാദ്, എന്തായാലും പ്രതികൾ ആരാണ് എന്ന് അറിയേണ്ടതുണ്ട്. അപ്പോൾ പ്രതികൾക്കായുള്ള അന്വേഷണം ഏതു രീതിയിലാണ് ഊർജിതമായിട്ടുള്ളത്? നിലവിൽ ചിറ്റൂർ പോലീസാണ് ഇതിനകത്ത് അന്വേഷണം നടത്തുന്നത്. ആരെയും കസ്റ്റഡിയിൽ എടുക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഇന്ന് വിശദമായി സ്കൂളിലെ അധ്യാപകരിൽ നിന്നും അതോടൊപ്പം തന്നെ PTA ഭാരവാഹികളിൽ നിന്നും പോലീസ് വിശദമായി മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം CCTV ദൃശ്യങ്ങൾ, ആ പ്രദേശത്ത് CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചുകൊണ്ട് അന്വേഷണം നടത്താനാണ് പോലീസിന്റെ തീരുമാനം. നിലവിൽ ആരെയും കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല. പ്രസാദ്, ഇത് പാലക്കാട് നടന്ന ഈ ഒരു സംഭവം വലിയ തരത്തിൽ സംസ്ഥാന തലത്തിൽ തന്നെ വലിയ തരത്തിൽ ചർച്ചയാവുന്നുണ്ട്. നിരവധി സഭാ മേധാവികളൊക്കെ ഇക്കാര്യത്തിൽ പ്രതികരണവുമായി രംഗത്ത് എത്തുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ ഏത് രീതിയിലാണ് പാലക്കാട് ഫലം കാണുന്നത്? ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് സംഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഒന്ന്, ഡിസംബർ 20-ന് നല്ലപ്പള്ളി സ്കൂളിൽ അവിടെ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചതിന് VHPയുടെ ജില്ലാ നേതാക്കൾ വന്ന് അധ്യാപകരെ ഭീഷണിപ്പെടുത്തിയിരുന്നു. അന്ന് തന്നെ ഇതിനെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധം UDF-ന്റെയും അതോടൊപ്പം തന്നെ LDF-ന്റെയും ഭാഗത്തു നിന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസും DYFIയും എല്ലാം തന്നെ പ്രതിഷേധ മാർച്ചും വ്യത്യസ്തമായി കരോളും എല്ലാം തന്നെ നടത്തിയതാണ്. അതിനുശേഷമാണ് തത്തമംഗലം സ്കൂളിൽ സ്കൂളിൽ സ്ഥാപിച്ചിട്ടുള്ള പുൽക്കൂടും ക്രിസ്മസ് ട്രീയും എല്ലാം തന്നെ തകർത്തത്. ഇതിന് പിന്നിൽ ആരാണ് എന്നുള്ളത് വ്യക്തമായിട്ടില്ല. സാമൂഹ്യ വിരുദ്ധരാണ് എന്നുള്ളത് അധ്യാപകർ പറയുന്നു. എന്നാൽ ഈ രണ്ട് സംഭവങ്ങളും നല്ലേപ്പള്ളിയിൽ ഉണ്ടായതും തത്തമംഗലത്തുണ്ടായതും പിന്നിൽ ഒരേ സംഘടന തന്നെയാണോ എന്ന് സംശയിക്കുന്നു എന്നുള്ളതാണ് മന്ത്രി ഇന്നലെ അവിടെ സന്ദർശിച്ചപ്പോൾ പറഞ്ഞത്. അതുകൊണ്ടുകൂടിയാണ് ഈ കേസ് അന്വേഷിക്കുന്നതിന് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുള്ളത്. ചിറ്റൂർ DYSPയുടെ മേൽനോട്ടത്തിൽ ചിറ്റൂർ CI ആണ് ഈ കേസ് അന്വേഷിക്കുന്നത്. എന്തായാലും തത്തമംഗലം സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിലെ പ്രതികളെ കണ്ടെത്തിയാൽ മാത്രമാണ് ഈ രണ്ട് സംഭവത്തിന് പിന്നിലും ഏതെങ്കിലും ഒരു സംഘടനയ്ക്ക് ബന്ധമുണ്ടോ, അതല്ല എങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഗൂഢാലോചനയുണ്ടോ എന്നുള്ളതെല്ലാം തന്നെ വ്യക്തമാകും. ശരി പ്രസാദ്.